മലപ്പുറം ജില്ലയുടെ ആശങ്കകൾ അവസാനിക്കുന്നില്ല. A+ നേടുന്നവരുടെ എണ്ണത്തിൽ ജില്ല തുടർച്ചയായി ഒന്നാമതാണെങ്കിലും +1 മതിയായ സീറ്റുകൾ ഇല്ലാത്തതാണ് ഇപ്പോൾ ആശങ്കയ്ക്ക് കാരണം. സർക്കാർ അധിക സീറ്റുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത്തവണയും ആയിരങ്ങൾക്ക് തുടർ പഠനം നിഷേധിക്കപ്പെടുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അഷ്കർ അലി കരിമ്പ ആ കണക്കുകൾ നമ്മോട് പറയും. ഓരോ തവണ SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുമ്പോഴും മലപ്പുറം സാക്ഷിയാവുക കണ്ണീരിനും പ്രതിഷേധങ്ങൾക്കുമാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ശബ്ദം അധികമാകുമ്പോൾ താൽക്കാലിക സീറ്റുകളും ബാച്ചുകളും നൽകി സർക്കാർ പ്രതിഷേധങ്ങളുടെ വായ മൂടിക്കെട്ടും. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല. മലപ്പുറം ജില്ലയിൽ ഇത്തവണ SSLC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നത് 80,173 വിദ്യാർത്ഥികളാണ്. ജില്ലയിൽ സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ആകെ ഉള്ളതാകട്ടെ 41,950 സീറ്റുകൾ മാത്രം. സർക്കാർ ഇത്തവണ അധികമായി അനുവദിച്ചത് 10,650 സീറ്റുകൾ. ഇതുൾപ്പെടെ കൂട്ടിയാൽ പോലും ജില്ലയിൽ ആകെയുള്ളത് 52,600 സീറ്റുകൾ മാത്രം. ചുരുക്കത്തിൽ സർക്കാർ എയ്ഡഡ് മേഖലകളിലെ സീറ്റുകൾ പരിഗണിച്ചാൽ ജില്ലയിൽ 27,500-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്ക് പുറത്ത് തന്നെ. വിദ്യാർത്ഥികൾ ഫീസ് നൽകി പഠിക്കേണ്ട, സൗജന്യ പഠനം ലഭ്യമാകാത്ത 11,300 സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ അൺഎയ്ഡഡ് മേഖലകളിലുണ്ട്. സർക്കാരിൻ്റെ ഔദാര്യമല്ലെങ്കിൽ പോലും ഈ സീറ്റുകൾ പരിഗണിച്ചാൽ പോലും 16,273 വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ തുടർ പഠനത്തിന് അവസരം നിഷേധിക്കപ്പെടുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. താൽക്കാലിക ബാച്ചുകളുള്ള സീറ്റുകളല്ല മലപ്പുറത്തിന് ആവശ്യം, സ്ഥിരമായ അധിക ബാച്ചുകളാണ്. താൽക്കാലികമായി അധിക സീറ്റുകൾ നിർബന്ധിച്ച് സർക്കാർ കൈമാറുമ്പോൾ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകളിൽ ഉണ്ടാകുന്ന ബാഹുല്യം അവരുടെ പഠന നിലവാരത്തെ പോലും സാരമായി ബാധിക്കുന്നുണ്ട്. ഉയർന്ന മാർക്ക് നേടിയിട്ടും എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയിട്ടും ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ തിരഞ്ഞെടുക്കാനാകാത്ത വിദ്യാർത്ഥിയുടെ കണ്ണീര് ഇത്തവണയെങ്കിലും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എൻ റിപ്പോർട്ടർ മലപ്പുറം. അതുതന്നെയാണ് മലപ്പുറത്തെ കുട്ടികളിലേക്ക് വന്നാൽ ഒരു വശത്തെ SSLC ഫലത്തിലെ സന്തോഷമുണ്ട്, മറുവശത്തെ സീറ്റ് ക്ഷാമത്തിലെ ആശങ്കയുമുണ്ട്. ഏതായാലും കുട്ടികൾക്കൊപ്പം അഷ്കർ അലി തന്നെ ചേരുന്നു. അഷ്കർ, ഏതായാലും ഫലം വന്നതിന് ശേഷമുള്ള സന്തോഷത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സ്കൂളിലാണ് അഷ്കർ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ സന്തോഷ നിമിഷങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്താണ് അവർ പറയുന്നത്? വിനിത, സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ 2,085 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മലപ്പുറം എടരിക്കോടുള്ള PKM ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ അതിലെ ആഘോഷ ചടങ്ങുകളാണ്. ഇവിടുത്തെ എല്ലാ വർഷവും തന്നെ വലിയ വിജയം നേടുന്ന വിദ്യാർത്ഥികളാണ്. ഇത്തവണ ഇവിടെ 386ഓളം വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും A+, ഫുൾ വിഷയങ്ങളിൽ A+ നേടിയിട്ടുണ്ടെന്നാണ്. അത്രത്തോളം വലിയ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കായി അണിനിരത്തുന്നു, വലിയ വിജയം നേടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ആഘോഷമായി തന്നെ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ലഡു ഒക്കെ വിതരണം ചെയ്യാണ്. എന്താണ് മോനെ പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ട് റിസൾട്ടൊക്കെ? 2A+ ഉണ്ട്. ഉഷാറായി. എങ്ങനെയുണ്ട് പരീക്ഷ റിസൾട്ട്? ഫുൾ A+ ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒട്ടുമിക്ക എല്ലാവരും ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഫുൾ A+ ഉണ്ട്. അതെ. ഇപ്പോൾ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഒരു ഫലം കൂടിയല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു വർഷത്തെ കഠിനാധ്വാനവും പിന്നെ ടീച്ചേഴ്സിന്റെ പ്രയത്നവും ഇവിടുത്തെ ഫാക്കൽറ്റീസും നൈറ്റ് ക്യാമ്പ്സും എല്ലാത്തിനും ഒരു റിസൾട്ടായിട്ടാണ് ഫുൾ A+. എങ്ങനെയുണ്ട് റിസൾട്ട്? ഫുൾ A+ ആണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒന്നെങ്കിൽ നമ്മളെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് ആകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ലൈക്ക് നമ്മൾ ഇത്രയും കാലം പഠിച്ചതിൽ ഒരു വലിയ എക്സാം ആണല്ലോ SSLC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആദ്യത്തെ അതിലൊരു നല്ല അച്ചീവ്മെന്റ് ഉണ്ടാക്കിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇനി എന്താ അടുത്ത പ്ലാൻ? എന്താ SSLC +1 പലപ്പോഴും A+ ഉള്ളവർക്ക് പോലും ഇഷ്ടപ്പെട്ട വിഷയമൊക്കെ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് മലപ്പുറത്ത്, അറിയോ? അതെ, സീറ്റുകൾ കുറവാണ്. A+ന്റെ എണ്ണം കൂടുതലും സീറ്റിന്റെ അതൊരു പ്രശ്നമാണ്. പക്ഷേ ഗവൺമെന്റ് അതിനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുമെന്ന് തോന്നുന്നു. ആശങ്ക ഉണ്ടാകാൻ ചെറിയൊരു ആശങ്കയുണ്ട്. റിസൾട്ട് വരുന്നതിന് മുന്നേ ആയിരുന്നു കൂടുതലായിട്ട് ആശങ്ക. അപ്പോൾ കൂടുതൽ ഫുൾ A+ ഇല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുമല്ലോ, ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ഫുൾ A+ ആണ്. ഇനി അങ്ങോട്ട് എന്തെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇത് തന്നെയാണ് ഇവിടുത്തെ ചിത്രം. ഇവർ ഈ ലഡു ഒക്കെ വിതരണം ചെയ്യുമ്പോൾ പോലും എല്ലാ വിഷയങ്ങളിലും A+ നേടിയിട്ട് പോലും ഇവരൊക്കെ മനസ്സിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മലപ്പുറത്തെ ഈ +1 സീറ്റ് പ്രതിസന്ധിയാണ്. ഓരോ തവണ ഇത്തരത്തിൽ വലിയ വിജയങ്ങൾ നേടുമ്പോൾ പോലും ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ തിരഞ്ഞെടുക്കാൻ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും പോലും സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണത്തെ മലപ്പുറത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ പരിഗണിച്ചിട്ട് പോലും 16,000-ലധികം വിദ്യാർത്ഥികളുടെ 16,273
273 വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ തന്നെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞു. സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. മാത്രമല്ല താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ സർക്കാർ സീറ്റുകൾ അനുവദിക്കുന്നത്. അത്തരം സീറ്റുകൾ അനുവദിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ തന്നെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ ആധിക്യം ഉണ്ടാകുന്നു. ഒരു അധ്യാപകന് അത്രത്തോളം വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സീറ്റുകൾ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പകരം ബാച്ചുകൾ അധികം അനുവദിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത്. ഇവിടെ ഇപ്പോൾ അധ്യാപകരുണ്ട്. ഇവിടെ എപ്പോഴും ഉയരുന്നൊരു പ്രശ്നമാണ് ഈ +1 സീറ്റ് പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്താണ് ഒരു സാഹചര്യം? ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മളെ സ്കൂളിൽ തന്നെ 2085 കുട്ടികളിൽ 386 കുട്ടികൾ ഇപ്പോൾ നിലവിൽ അറിഞ്ഞതിൽ ഫുൾ A+ ഉള്ള കുട്ടികളാണ്. പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ 4 സയൻസ് ബാച്ചാണുള്ളത്. മിക്കവാറും ഈ ഫുൾ A+ കിട്ടുന്ന കുട്ടികൾ ഒരു 90% കുട്ടികളും സയൻസ് ബാച്ചിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആകെ ഉള്ളത് 240 സീറ്റാണ്. 386 ഫുൾ A+ നിലനിൽക്കുമ്പോൾ തന്നെ 240 സീറ്റാണ് ആകെ കുട്ടികൾക്ക് പഠിക്കാൻ ഉള്ളത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ സീറ്റുകളുടെ പെർസെൻറ്റേജ് എണ്ണം വർദ്ധിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ബാച്ച് തന്നെ അധികം കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാലാകാലങ്ങളായിട്ട് PKMHS പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം 2085 കുട്ടികളിൽ പഠിക്കുന്ന ഒരു സ്കൂളിൽ അതിൽ മിക്കവാറും 99% കുട്ടികൾ ജയിക്കുന്ന സ്ഥലത്ത് നമുക്ക് +1 സീറ്റുള്ളത് ആകെ 6 ബാച്ചുള്ള സീറ്റുള്ളൂ. അതായത് 360 കുട്ടികൾക്കുള്ള സീറ്റുള്ളൂ. അപ്പോൾ ഇത് തന്നെ വലിയൊരു അന്തരം ഈ സ്കൂൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സർക്കാർ അധികമായി സീറ്റുകൾ അനുവദിക്കുന്നു. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ വിദ്യാർത്ഥികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഒരു അധ്യാപകം കൂടിയാണല്ലോ, എന്താണ് അതിൻ്റെ ഒരു? ഹയർ സെക്കൻഡറി ഗണിതശാസ്ത്ര അധ്യാപകനാണ് ഞാൻ. ഞങ്ങൾ ഹയർ സെക്കൻഡറി റൂൾസ് പ്രകാരം നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഡയമെൻഷൻ അടക്കം സെറ്റ് ചെയ്തിട്ടുള്ള 50 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കേവലം 50 കുട്ടികൾ ഇരിക്കേണ്ട സ്ഥലത്താണ് നമ്മൾ 60 കുട്ടികളും പിന്നീട് അത് 65 കുട്ടികളുമായി മാറി അവിടെ കുട്ടികൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ്. അവർക്കിത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് മാറ്റി ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് തന്നെയാണ് ഈ ഉയർന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അഥവാ ഒരു ക്ലാസ്സിൽ 65 വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ ഒരു അധ്യാപകന് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഉയർന്ന ചോദ്യം. ഇത്തവണയും സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം താൽക്കാലികമായി സർക്കാർ സ്കൂളിൽ 30%, എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ടാകുന്നു. പക്ഷേ ആ കുട്ടികളുടെ പഠന നിലവാരത്തെ സാരമായി ബാധിക്കുന്നു. മറ്റൊരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥിക്ക് പോലും ആ കുട്ടി സയൻസാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പല വിദ്യാർത്ഥികൾക്കും അത്തരത്തിൽ ഇഷ്ടപ്പെട്ട കോഴ്സോ അല്ലെങ്കിൽ അവർ നാട്ടിലുള്ള ഇഷ്ടപ്പെട്ട വിദ്യാലയമോ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മലപ്പുറത്ത് നിൽക്കുന്നു. ഓരോ തവണയും അത് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. പിന്നീട് പ്രതിഷേധം ശക്തമാകുമ്പോൾ വീണ്ടും കുറെ സീറ്റുകൾ ഓരോ വർഷവും താൽക്കാലികമായി അനുവദിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും വർഷങ്ങൾ തോറും തുടരുന്ന ഒരു പ്രതിസന്ധി ഇപ്പോഴും അത് തുടരുകയാണ്. അതാണ് വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും. വിനീത, ശരി അഷ്കർ, ഏതായാലും സർക്കാർ ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ വിജയമാണ് മലപ്പുറത്തും സ്വന്തമാക്കിയത്. പക്ഷേ ഈ +1 സീറ്റ് ക്ഷാമം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾക്കുണ്ട്. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എടുക്കാനാകുമോ, അത് കിട്ടുമോ എന്ന് തുടങ്ങിയ ആശങ്കയും ഒക്കെ ഉണ്ട്. ഏതായാലും ഇന്നിപ്പോൾ SSLC ഫലം വന്ന സന്തോഷത്തിലാണ് എല്ലാവരും. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ അപേക്ഷകൾ നൽകുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുക. സർക്കാർ ഉടൻ തന്നെ അതിലൊരു നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അധിക സീറ്റുകളല്ല, അധിക ബാച്ചുകൾ വേണമെന്നത് ആവശ്യം തന്നെയാണ് മലപ്പുറത്തു നിന്നും ഉയരുന്നത്.